കുറച്ച് ദിവസമായിട്ട് എൻ്റെ ഫുഡും ഉറക്കും എല്ലാം താളം തെറ്റിയിട്ടുള്ള അതുകൊണ്ട് തന്നെ എൻ്റെ സൗണ്ടിൻ്റെ കാര്യത്തിൽ തീരുമാനമായി നല്ല തടിച്ച സൗണ്ടായിട്ടുണ്ട്. പിന്നെ ഒന്നാമത് കാലത്ത് വന്നിന്ന് അതുകൊണ്ട് തന്നെ ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് നല്ലോണം പ്രോബ്ലം ഉണ്ടാകും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ, ഹോപ്പ് യു ആർ ഓൾ ഡൂയിങ് വെൽ. അപ്പോൾ ഞാൻ എല്ലാ ദിവസവും ഇന്നോ നല്ലോണം ഉറങ്ങണമെന്ന് വിചാരിച്ചിട്ട് രാത്രി കിടക്കാം. പക്ഷേ രാവിലെ ആകുമ്പോഴേക്ക് നേരത്തെ ഒന്നെങ്കിലും എണീക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും കാരണം ഉണ്ടാകും. അപ്പോൾ ഇന്നത്തെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മളൊരു ട്രിപ്പ് പോകുന്നത് മൈസൂർ പയാന കാർ മ്യൂസിയത്തിലേക്ക്. കുറേ ദിവസമായി മാച്ചു ഇങ്ങനെ എന്നെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ നാളെ പോകാൻ മറ്റന്നാളെ പോകാമെന്നുള്ള പറഞ്ഞ് ഇങ്ങനെ മാറ്റി വെച്ചതാണ്. പിന്നെ എന്തായാലും ഇന്ന് കൊണ്ടുപോകാൻ വിചാരിച്ചത്. അത് വേറൊന്നുമല്ല, കഴിഞ്ഞ ദിവസം കൊല്ലത്ത് ഇവൻ്റെ മിനിയേച്ചർ കാറിൻ്റെ ഒരു ഷോ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനതിന് പൊയ്ക്കൊന്നെല്ലാം പറഞ്ഞിട്ട് ബസ് ബുക്ക് ചെയ്ത് കൊടുത്തതാണ് ഇവന് ഫ്രണ്ടും കൂടി പോകാൻ വേണ്ടി. അപ്പോൾ അങ്ങനെ എല്ലാ കാര്യങ്ങളൊക്കെ റെഡിയായി. രാത്രി 8 മണിക്കാണ് ബസ്. നമ്മൾ പിന്നെ 7:45 ടൗണിലെത്തി. ബസ് കാത്തു നിന്ന് ബസ്സില്ല. അങ്ങനെ 8:30 ബസ്സിൻ്റെ ഒരു വിവരവും ഇല്ലായിട്ട് ഞാൻ വിളിച്ചു നോക്കുമ്പോഴേക്കാണ് പറഞ്ഞത് ബസ് ആക്സിഡൻ്റ് ആയിട്ട് ക്യാൻസൽ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ആ സമയത്ത് വേറൊരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് ആ ട്രിപ്പ് അങ്ങനെ ക്യാൻസലായി. അതുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ചത് ഏതായാലും പോട്ട് പാവയല്ലേ, പിന്നെ ഈ കാർ മ്യൂസിയത്തിൽ കൊണ്ടുപോയിട്ട് അങ്ങനെ ഒരു സന്തോഷം കൊടുക്കാൻ വിചാരിച്ചിട്ട് ഇറങ്ങുന്നതാണ്. ഇന്ന് നമ്മളെ കൂടെ ഉമ്മയും കൂടി ഉണ്ട്. കാരണം ഉമ്മ ഇതുവരെ മൈസൂർ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ച ഏതായാലും ഉമ്മാനെയും കൂടെ കൂട്ടാണ്. ഇന്നലെ വരെ ബൈക്ക് എടുത്ത് പോകാമെന്ന് പറഞ്ഞിട്ട് ബൈക്കെല്ലാം സെറ്റ് ചെയ്ത് വെച്ചതാണ്. പക്ഷെ പെട്ടെന്നാണ് മാറ്റിയത്. മാറ്റി പറഞ്ഞാൽ ഇന്ന് പോയിട്ട് രാത്രിയിൽ തിരിച്ചു വരുമ്പോൾ എനിക്ക് ബൈക്കിലിരിക്കാമെങ്കിൽ ഇത്രയും ദൂരം എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ മാറ്റിയതാണ്. അതുകൊണ്ട് തന്നെ കാറൊന്നും സെറ്റ് ചെയ്തിട്ടില്ല. വൈപ്പറിൽ വെള്ളം പോലില്ല. അപ്പോൾ അതെല്ലാം ഒന്ന് ഒഴിച്ച് സെറ്റാക്കി. പിന്നെ അതും കഴിഞ്ഞ് നേരെ പോയി പെട്രോൾ ഫുൾ ടാങ്ക് അടിച്ചിട്ടാണ് ഇവിടുന്ന് വിട്ടത്. അപ്പോൾ പോകുന്ന വഴിക്ക് പിന്നെ നല്ല മൂടൽ മഞ്ഞെല്ലാം ഉണ്ട്. നമ്മൾ ഇരുട്ടി വഴിയാണ് പോയത്. നല്ല മൂടൽ മഞ്ഞെല്ലാം ഉണ്ട്. പക്ഷേ ക്യാമറയിൽ റെക്കോർഡ് ചെയ്യുമ്പോഴേക്ക് പിന്നെ മൂടൽ മഞ്ഞൊന്നും കാണാനേ ഇല്ല. പൊതുവേ പിന്നെ ഈ ഒരു റോഡിൽ വലിയ തിരക്കൊന്നും ഉണ്ടാവില്ല. ചെറിയ റോഡാണ്, പക്ഷേ നമുക്ക് നല്ല സുഖമായിട്ട് കയറി പോകാൻ പറ്റും. ഒരു 6:15 ആകുമ്പോഴേക്ക് ഞാൻ കൂർഗ് ഗേറ്റിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. ഈ വഴി കടന്നു പോകുമ്പോൾ എപ്പോൾ നമ്മൾ ഈ ഒരു റെസ്റ്റോറൻറ്റിൽ നിന്നാണ് ഫുഡ് കഴിക്കൽ. പക്ഷേ ഇന്നത്തെ ദിവസം ഇത് തുറന്നിട്ടില്ല. അങ്ങനെ ഇപ്പോൾ നമ്മൾ ഫോറസ്റ്റിലേക്ക് കടന്ന് ഞാൻ എപ്പം വരുമ്പോൾ പുറത്തേക്ക് നോക്കി വെക്കും, മാന്യോ അല്ലെങ്കിൽ എന്തിനെങ്കിലും ഒന്ന് കാണുമെന്നെല്ലാം വിചാരിച്ചിട്ട്. പക്ഷെ എപ്പോൾ എനിക്ക് കാണാൻ കഴിയില്ല. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. മാന്യം പിന്നെ കുങ്കി ആനേനെയൊക്കെ കണ്ടിട്ടാണ് വന്നത്. നല്ല രസമുണ്ടായിരുന്നു. രാവിലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം വേറെ ഒന്നും കഴിക്കാത്തതോടെ ഞാനാകെ ടയർഡായിന്. അപ്പോൾ കുറേ സമയം ഞാൻ എവിടെയെങ്കിലും ഇങ്ങനെ റെസ്റ്റോറൻറ്റ് ഉണ്ടോയെന്നാണ് നോക്കുന്നത്. പക്ഷേ നമ്മൾ ഹുൻസൂർ എത്തുന്നതിൻ്റെ ഇടയിൽ ആകെ ഒന്ന് മാത്രമേ കണ്ടിട്ടുള്ളൂ. പക്ഷേ മാച്ചുവിന് CCTV തന്നെ കയറണമെന്നിട്ട് ഭയങ്കര നിർബന്ധം. ആദ്യമായിട്ട് ഉമ്മാമ മൈസൂർ വന്നതാണ്. അപ്പോൾ മാച്ചു ആണ് വഴിയിൽ നിന്ന് അങ്ങനെ ഇങ്ങനത്തോളം കഥകളെല്ലാം പറഞ്ഞു കൊടുക്കുന്നല്ലേ മാച്ചു. പക്ഷെ വേറൊരു കാര്യമാണ് കേട്ടോ, ഉമ്മാമക്ക് ഇന്ന് ഭാഗ്യമുണ്ട്. മാനിനെ കണ്ടില്ലേ. To the city streets we began to feel the fire. അങ്ങനെ ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോൾ നല്ലൊരു ആശ്വാസം. അങ്ങോട്ട് എവിടെയും നല്ലൊരു റെസ്റ്റോറൻ്റ് ഒന്നും കണ്ടിട്ടില്ല. ഹുൻസൂർ എത്താനായത് ഒരു റെസ്റ്റോറൻറ്റ് കണ്ടിട്ട് ഞാൻ പറയട്ടെ നിർത്തട്ടെ, എനിക്ക് വിശക്കുകയും ചെയ്യുന്നു. പിന്നെ കുറേ സമയം ഓടിക്കുകയല്ലേന്ന്. നമ്മളപ്പോൾ ഡ്രൈവ് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ എന്തായാലും നല്ലോണം പിന്നെ എന്താ പറയുക ടയേർഡാകുന്ന പോലെ ഉണ്ടാവും. അപ്പോൾ ഇവൻ പറയാൻ പറ്റൂല, എനിക്ക് CC തന്നെ വാങ്ങിക്കണമെന്നും പറഞ്ഞാണ് നേരെ ഇടത്തേക്ക് എത്തിയത്. അപ്പോൾ എന്തായാലും നല്ല അടിപൊളി പനീർ ടിക്കിയും പിന്നെ കോഫിയൊക്കെ കുടിച്ച് ഹാപ്പിയായി. ഇനി ഇവിടുന്ന് ഏകദേശം ഒരു 40 കിലോമീറ്റർ ഉണ്ട് നമ്മളെ പയാന കാർ മ്യൂസിയത്തിലേക്ക്. ഹുൻസൂർ കഴിഞ്ഞാൽ പിന്നെ 4 വരെയായി. നല്ല സുഖമാണ് ഇതിലൂടെ ഡ്രൈവ് ചെയ്യാൻ വേണ്ടി. പിന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ മൈസൂർ ബാംഗ്ലൂർ എക്സ്പ്രസ് ഹൈവേയിലേക്ക് എത്തും. ഹൈവേ കയറി കഴിഞ്ഞാൽ പിന്നെ കുറേ ദൂരമൊന്നും പോകാനില്ല. കറക്റ്റായിട്ട് ഞാൻ നോക്കിയിട്ടില്ല. കാരണം വെച്ചാൽ ഞാൻ ലൊക്കേഷൻ വെച്ചിട്ട് വന്നതുകൊണ്ട് മൈസൂർ ടൗണിലൊന്നും കയറാണ്ട് വേറെ റോഡിലൂടെയാണ് നമ്മളിപ്പോൾ ഈ ഹൈവേയിൽ എത്തിയിട്ടുള്ളത്. നമ്മൾ എത്തുമ്പോഴൊക്കെ ഉണ്ടല്ല ഇവിടെ ഒരുപാട് വണ്ടികളെല്ലാം ഉണ്ട്. 9 മണിക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. പക്ഷേ അത്യാവശ്യം നല്ല ആൾക്കാരെല്ലാം ഉണ്ട്. പിന്നെ പാർക്കിങ്ങിനാണെങ്കിൽ നല്ല സ്പേസ് ഉണ്ട്. ഒരുപാട് വണ്ടികൾക്ക് ഒരുമിച്ച് ഇവിടെ പാർക്ക് ചെയ്തിട്ട് വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇവർ പാർക്കിംഗ് സൗകര്യം ചെയ്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ആക്സസ് ചെയ്യാനും ബുദ്ധിമുട്ടില്ല. ബാംഗ്ലൂർ മൈസൂർ എക്സ്പ്രസ് ഹൈവേയിൽ തന്നെ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ആക്സസ് ചെയ്യാൻ പറ്റും. മൈസൂരിൽ നിന്ന് വരുന്നവരാണെങ്കിൽ 10 കിലോമീറ്റർ മാത്രമേ ഡ്രൈവ് ചെയ്യേണ്ടൂ. പിന്നെ ബാംഗ്ലൂർക്ക് പോകുന്നവരാണെങ്കിൽ എക്സ്പ്രസ് ഹൈവേയിൽ തന്നെ ആയതുകൊണ്ട് വേറെ റോഡിലേക്കൊന്നും മാറാണ്ട് തന്നെ ഇവിടെ വിസിറ്റ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഇവിടെ എല്ലാ ദിവസവും ഓപ്പണാണ്. പിന്നെ രാവിലെ 9 മണി മുതൽ രാത്രി 8 മണി വരെയാണ് എൻട്രി ഉള്ളത്. പിന്നെ അതുപോലെ തന്നെ എൻട്രി ഫീ വരുന്നത് 50 രൂപയാണ്. ഈ മ്യൂസിയം ഉണ്ടല്ലോ 2 നിലയിലാണ്. ഒരുപാട് ക്ലാസിക് ആൻഡ് വിൻറ്റേജ് കാർസിൻ്റെ നല്ല കളക്ഷൻസ് ഉണ്ട് ഇവിടെ. പിന്നെ മൈസൂർ രാജാവ് ഉപയോഗിച്ച കാറും പിന്നെ ഗാന്ധിജി ഉപയോഗിച്ച കാറൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റി. പിന്നെ അതുപോലെ തന്നെ സ്കൂട്ടറിൻ്റെയും ബൈക്കിൻ്റെ ഒക്കെ നല്ല കളക്ഷൻസ് ഉണ്ട്. പിന്നെ ലോറിയും മിലിറ്ററി വണ്ടിയും അങ്ങനെ എന്താ പറയുക ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇവിടെ. പിന്നെ ഇവർ തന്നെ വേറൊരു മ്യൂസിയം ഉണ്ട് ധർമ്മസ്ഥലയിൽ, മഞ്ജുഷ മ്യൂസിയം എന്നിട്ട്. അപ്പോൾ അവിടെ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. ഈ കാറിൻ്റെ ഒരു കളറുണ്ട്, ജെംസ് മിഠായി പോലെയുള്ള പച്ച നീല വൈറ്റ് അടിപൊളി കളേഴ്സാണ്. പിന്നെ
എനിക്ക് തന്നെ മഞ്ജുഷേനേക്കാൾ കളക്ഷൻസ് ഇവിടെ ഉള്ളതല്ലേ? To the city streets, we began to feel the fire. We rise like tall buildings as the chemicals they take us higher. The night's young and it's just begun as she puts her hand in mine. We wanna chase the night, wanna dance to the light, pull stars from the sky, just two hearts running wild. Never sleep, never stop, as we shout from the top. We're gonna be two hearts running wild. അങ്ങനെ നമ്മൾ കാറിൻ്റെ ഇതൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴേക്ക് ഇവിടെ ഒരു മഞ്ജുഷ മ്യൂസിയം ഉണ്ട്. അപ്പോൾ അതിനകത്ത് ഓട് പാത്രവും പിന്നെ അതുപോലെ തന്നെ മ്യൂറൽ പെയിൻറ്റിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവരിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇവിടെ റെസ്റ്റോറൻറ്റിൻ്റെ പണിയെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇനി കുറച്ചുകൂടി കഴിഞ്ഞിട്ട് വരുന്നവർക്കാണെങ്കിൽ ഇവിടെ തന്നെ ഭക്ഷണം കഴിക്കാൻ പറ്റും. അങ്ങനെ നമ്മളെല്ലാം കണ്ട് കഴിഞ്ഞ് ഇനിയിപ്പം നമ്മളെ മാച്ചുവിന് ഈ ഡബിൾ ഡക്കറിൻ്റെ മുമ്പിൽ നിന്നിട്ട് ഒരു ഫോട്ടോയും കൂടി എടുക്കണം എന്നിട്ട് പോകുന്നതെന്ന്. അപ്പോൾ ഇവിടെ വന്നവരെല്ലാവരും അവിടെ പോയിട്ട് ഒരു ഫോട്ടോ എടുത്തിട്ടേ പോകുന്നില്ല കേട്ടോ. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഇനി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം പിന്നെ എന്ത് മാളാന്ന് മാച്ച അതിൻ്റെ പേരെന്താ? മാൾ ഓഫ് മൈസൂറിലേക്കാണ് പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ മൈസൂർ പാലസിൽ പോകാമെന്നെല്ലാം വിചാരിച്ചത്. അപ്പോൾ അവിടെ കുറേ നടക്കാനുണ്ടല്ലോ. അപ്പോൾ ഉമ്മാക്ക് ഒരുപാട് നടക്കാൻ കഴിയില്ല, കാലുവേദന നടക്കും. അതുകൊണ്ട് പിന്നെ നമ്മൾ വിചാരിച്ചത് ഏതായാലും ഇവിടെ വരെ എത്തിയാലും ഒരു മാളെങ്കിലും കാണിച്ചു കൊടുത്തിട്ട് പോകാമെന്ന്. അങ്ങനെ നമ്മൾ ഫസ്റ്റ് മാൾ ഓഫ് മൈസൂറിലേക്കാണ് പോയത്. പക്ഷേ അവിടെ കാര്യമായിട്ടൊന്നുമില്ല. മാച്ചു ഹാംലീസൊക്കെ നോക്കി, പക്ഷേ ഹാംലീസ് ഒന്നും അവിടെ ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഇറങ്ങി നമ്മൾ പിന്നെ നേരെ ഫോറം മാളിലേക്കാണ് പോയത്. അപ്പോൾ ഫോറം മാളിലേക്ക് പോകുന്ന വഴിയിൽ നമ്മൾ പാലസും പിന്നെ അതുപോലെ തന്നെ സൂ എല്ലാം പുറത്തുനിന്ന് കണ്ടു. പക്ഷേ അതിൻ്റെ അകത്തൊന്നും കയറാൻ നിന്നിട്ടില്ല, കാരണം ഒരുപാട് നടക്കണം. അതൊന്നും ഉമ്മാക്ക് നടക്കാൻ പറ്റാത്തതുകൊണ്ട് പിന്നെ നമ്മൾ പുറമേ നിന്ന് ഇതൊക്കെ കാണിച്ചു കൊടുത്തിട്ട് നമ്മൾ നേരെ ഫോറം മാളിലേക്ക് പോയി. ഫോറം മാൾ പിന്നെ അത്യാവശ്യം നല്ല തിരക്കുള്ളൊരു മാളാണ്. പുതിയതാണെന്ന് തോന്നുന്നുണ്ട്, എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. അപ്പോൾ നമ്മളിവിടെ കുറച്ച് സമയം അങ്ങനെ സ്പെൻഡ് ചെയ്ത് അതിനിടയിൽ മാച്ച് പോയിട്ട് ഫാമിലീസിൽ നിന്ന് ഒരു കാർ വാങ്ങിച്ചു. അപ്പോൾ ആ സമയം ഞാൻ ഇവിടുന്ന് പിന്നെ KFC ഓർഡർ ചെയ്യുന്നതായിരുന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞ് മാച്ച് പോയതാണ്. തിരിച്ചു വരുമ്പോൾ ഒരു കുഞ്ഞി കാറും കൊണ്ട് വന്നേന്ന്. എപ്പോഴുള്ള KFC തന്നെ. കണ്ണൂരായാലും KFC, മൈസൂരായാലും KFC. പിന്നെ മാംഗോ ജ്യൂസും മുസംബി ജ്യൂസും. ഉമ്മാക്ക് ഷുഗറില്ലാത്ത മുസംബി ജ്യൂസ്, നമുക്ക് രണ്ടാക്കും കുറച്ച് മധുരം ഇട്ടിട്ടുള്ള മാംഗോ ജ്യൂസ്. എന്നാൽ പിന്നെ ഓക്കെ ഇവിടെ. അങ്ങനെ നമ്മൾ ഫോറം മാളിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്ക് ഏകദേശം 3 മണിയായിട്ടുണ്ട്. ഇനി വേറെ എവിടെയും പോകാണ്ട് നേരെ വീട്ടിലേക്ക് പോകാനുള്ള പരിപാടിയാണ്. കാരണം വെച്ചാൽ ഇനിയിപ്പം വിട്ട് കഴിഞ്ഞാൽ രാത്രി ആകുമ്പോഴേക്ക് നമുക്ക് വീട് പിടിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഗൈസ്, ഇത്രയും കാലത്തെ എൻ്റെ എന്താ പറയുക ഡ്രൈവിംഗ് എക്സ്പീരിയൻസിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ആന ക്രോസ് ചെയ്യുന്ന കാണുന്നത്. ഓക്കെ, കാട്ടാനയല്ല, വളർത്തുന്ന ആനയാണ്. എന്നാലും ഭയങ്കര എക്സൈറ്റഡ് ആയി കണ്ടപ്പോൾ. പിന്നെ മാച്ചിനോട് നീ ഒന്നിൽ വീഡിയോ എടുക്കുക, ഞാൻ വേറൊന്നിൽ വീഡിയോ എടുക്കുക, സ്റ്റോറി ഇടാൻ വേണ്ടി വീഡിയോ എടുക്കലൊന്നും പറഞ്ഞിട്ട് തിരക്കായിരുന്നു. അപ്പം അത് പിന്നെ ക്രോസ് ചെയ്ത് അപ്പുറം എത്തി. നമ്മൾ വണ്ടി പാസ് ചെയ്ത അവിടെ തന്നെ തിരിച്ചിങ്ങോട്ടേക്ക് തന്നെ വരുന്നുണ്ട്. അപ്പോൾ ബാക്കി എല്ലാ വണ്ടികളെല്ലാം അവിടെ നിർത്തിയിട്ടുണ്ട്. നമ്മൾ ഇങ്ങോട്ടേക്ക് വന്ന് അപ്പോൾ എന്തായാലും ഉമ്മ ഫുൾ ഹാപ്പി ആയി അല്ലേ ഉമ്മ? വരുന്ന വഴിക്ക് ഇരട്ടിന്ന് ചായയും കുടിച്ച്, മാച്ചുവിന് ചായ വേണ്ടാന്ന് പറഞ്ഞിട്ട് ഞാനും ഉമ്മയും ചായയും കുടിച്ചിട്ടാണ് വീട്ടിലേക്ക് വന്നത്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയൊക്കെയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണും ഒപ്പം നോട്ടിഫിക്കേഷൻ കിട്ടാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ തന്നെ അപ്ലൈ ചെയ്യുക. വീണ്ടും കാണുന്നവരെ ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.